Good morning. Good morning, Miss. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നതിൽ സഫിക്സ് എന്ന് പറയുന്ന ഭാഗം എടുത്തു അല്ലേ? എടുത്തോ? ഓക്കെ. നെക്സ്റ്റ് കോമൺ റൂട്ട് വേർഡ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എത്ര എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ 5 എണ്ണം എടുത്തു. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ കോമൺ റൂട്ട് വേർഡ്സ് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിൽ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ആ ഒരു 5 എണ്ണം ക്ലിയർ അല്ലേ? അക്കോ പറഞ്ഞു, അഡിപ്പ് പറഞ്ഞു, ആൽബ് പറഞ്ഞു, ആൽഗസ് പറഞ്ഞു, ആൻഡ്രോ പറഞ്ഞു. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ശരി. നെക്സ്റ്റ് 6th വൺ ആണ് അയോട്ട. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ടേം അല്ലേ? അല്ലേ? അയോട്ട ആണോ? പരിചയമുള്ള ടേം ആണോ? അതെ. അപ്പൊ ലാർജ് ആർട്ടറി existing from the left ventricle of the heart. അല്ലെ? ഹൃദയത്തിന് 4 അറകളാണുള്ളത് അല്ലെ? ഏതൊക്കെയാണ്? മുകളിലെ ഏട്രിയോ, താഴത്തെ വെൻട്രിക്കിൾസ് എന്ന് പറയുന്ന അറകൾ അല്ലെ? 4 അറകളാണ്. അതില് ലെഫ്റ്റ് സൈഡില് ഹാർട്ടിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അതില് ലെഫ്റ്റ് സൈഡിലെ താഴത്തെയാണ് നടുവെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന ലാർജ് ആർട്ടറി അല്ലെങ്കിൽ മഹാധമനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോട്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു അയോട്ട അത് അവയുടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ കോമൺ റൂട്ട് വേർഡ്സില് പ്രിഫിക്സ് കൂട്ടി പറയാം, സഫിക്സ് കൂട്ടി പറയാം, അല്ലെങ്കിൽ ആ വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ അയോട്ട എന്നൊക്കെ പറയുന്നത് ആ വേർഡ് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാം അല്ലെ? അതിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കാറില്ല. അപ്പൊ ലാർജ് ആർട്ടറി നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന ലാർജ് ആർട്ടറിയെയാണ് നമ്മൾ അയോർട്ട എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ചോദിക്കാട്ടോ, ഏതാണ് ലാർജ് ആർട്ടറി? അതായത് നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ലാർജ് ആർട്ടറി ഏതാണ് എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ അയോർട്ട എന്നുള്ള ആൻസർ അങ്ങനെ നേരെ തിരിച്ചു ചോദിച്ചാലും കിട്ടണം കേട്ടോ. നെക്സ്റ്റ് ടേം നമുക്ക് പരിചയമുള്ളതല്ലേ? അക്വ. പരിചയമുള്ളതല്ലേ? മീനിങ് വാട്ടർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 1-2 വേർഡ്സ് പറഞ്ഞേ. വാട്ടറുമായി ബന്ധപ്പെട്ട് അക്വ യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കുറച്ച് വേർഡ്സ് പറഞ്ഞേ. വാട്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ്? അക്വാട്ടിക് പറയാം, അക്വേറിയം പറയാം അല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡല്ല. അപ്പൊ വാട്ടർ റിലേറ്റഡ് ടു വാട്ടർ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് അക്വ എന്നുള്ള വേർഡിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ കോമൺ റൂട്ട് വേർഡിന്റെ അർത്ഥം വാട്ടർ എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ടേംസ് കേട്ടിട്ടുണ്ട്. അടുത്തതാണ് അസ്ഫിക്സിയ. അസ്ഫിക്സിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആണ്. lack of oxygen or excess of carbon dioxide in the body that result in unconsciousness. എന്നാണ് ഓക്സിജന്റെ അഭാവം, അതല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എക്സസ് ആയിട്ട് അമിതമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡോ ഇൻ ദ ബോഡിയിൽ ഉണ്ടാവുന്ന കണ്ടീഷൻ ദാറ്റ് റിസൾട്ട് ഇൻ അൺകോൺഷ്യസ്നെസ്. എന്നാണ് ഒരു സഫോക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോധക്ഷയത്തിലേക്കൊക്കെ നയിക്കാവുന്ന ഒരു കണ്ടീഷനാണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ അഭാവം കുറവായിരിക്കും, അതേ സമയത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലുമാവുന്ന ഒരു അവസ്ഥയാണ്. അതിലൂടെ ചിലപ്പോൾ ആ വ്യക്തികൾ അൺകോൺഷ്യസ് ആവാം അല്ലെങ്കിൽ ബോധരഹിതരാവാം. ആ ഒരു കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷനെയാണ് നമ്മൾ അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ഒരു കോമൺ റൂട്ട് വേർഡ്. അത് ആ വേർഡ് അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാറ്. അസ്ഫിക്സിയ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അയോട്ട പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടേം വെച്ച് തന്നെ അങ്ങനെ തന്നെയാ പറയാറ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് എസ്തൻ.
എസ് എന്ന് പറഞ്ഞാൽ വീക്ക് എന്നാണ് അർത്ഥം. വളരെ ബലഹീനരായിട്ടുള്ള എന്താണ് ക്ഷീണിതരായിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് എന്നുള്ളത് അർത്ഥമാണ്. അപ്പോ എസ്തെനിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അസ്തെനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. വീക്ക്നെസ് ആണ്. ലാസ്റ്റ് നെക്സ്റ്റ് വൺ ആണ് ഓഡി. ഇത് പരിചയമുള്ളതായിരിക്കും. ഓഡി ടു ഹിയർ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് ടേം പറഞ്ഞേ. ഹിയർ അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട ഓഡിയോ, പിന്നെ ഓഡിബിൾ, ഓഡിയൻസ്, കേട്ടിട്ടില്ലേ? ഈ ടേംസ് ഒക്കെ നമ്മൾ പരിചയമുള്ളതാണ് അല്ലെ? ഇതൊക്കെ എന്താണ്? ടു ഹിയർ എന്നുള്ളൊരു റൂട്ട് വേർഡിന്റെ മീനിങ്ങിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓഡി എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നുമാണ് ഈ വേർഡ്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പേജിലുള്ള ആ ഒരു 10 എണ്ണം പേജ് ഓഡിയോ വിഷ്വൽ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അതിൽ ആ 10 എണ്ണത്തിൽ വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ, നോട്ട് ചെയ്യാലോ? ഓക്കെ, 1, 2. 1 കോമൺ റൂട്ട് വേർഡ്സിലെ 1, 2. 1, 2, 5, 6. 1, 2, 5, 6. 1, 2, 5, 6, 7, 8. 1, 2, 5, 6, 7, 8. 10. 10 കേട്ടോ. 10. ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ചധികം ഉണ്ട്. 1, 2, 5, 6, 7, 8, 10. നോട്ട് ചെയ്തോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ്, നെക്സ്റ്റ് റൂട്ട് വേർഡ് ആണ് ബ്രോങ്ക്. ബ്രോങ്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ടേംസ് കേട്ടിട്ടില്ലേ? വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വിൻഡ് പൈപ്പ്, നമ്മുടെ മെയിൻ എയർവേയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കേട്ടോ. അല്ലെങ്കിൽ ചക്കിയ വിൻഡ് പൈപ്പ് എന്നൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബ്രോങ്ക് എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കേട്ടിട്ടുള്ള ഒരു 1-2 ടേംസ് പറഞ്ഞു. ബ്രോങ്കൈറ്റിസ് പറയാം, ബ്രോങ്കസ് പറയാം അല്ലെ, ബ്രോങ്കോസ്കോപ്പി പറയാം. ഇതൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേം ആണ് അല്ലെ. ബ്രോങ്കസ്, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കോസ്കോപ്പി, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ബ്രോങ്ക് എന്ന് പറയുന്ന ഈ ഒരു കോമൺ റൂട്ട് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ബക്ക്. ബക്ക് എന്ന് പറഞ്ഞാൽ ചീക്ക് അല്ലെങ്കിൽ മൗത്ത് എന്നാണ് അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടേം പറയാമോ? ബക്ക്, ചീക്ക് അല്ലെങ്കിൽ മൗത്ത്. ബക്കനീസ് പറയാം, അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മൗത്ത് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി വിളിക്കുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി എന്നുള്ളത്. അപ്പൊ ആ ഒരു മൗത്ത് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്തതാണ് ബേഴ്സ. ബേഴ്സ എന്ന് പറഞ്ഞാൽ പൗച്ച് ഓർ സാക്ക് എന്നാണ് അർത്ഥം. പൗച്ച് അല്ലെങ്കിൽ സാക്ക് എന്നാണ് അർത്ഥം. അതായത് ഇപ്പൊ നമ്മുടെ ജോയിന്റ്സിലൊക്കെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കുകളുണ്ട് ഇല്ലേ? നമ്മുടെ കാലിന്റെയോ കൈയുടെ ഒക്കെ മുട്ടിന്റെ ഒക്കെ ജോയിന്റ്സുകളില് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കുകളുണ്ട്. ഈ സാക്കുകളെ ബേഴ്സ എന്നാ നമ്മൾ പറയാം. ബേഴ്സ. ഈ സാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ആ ഒരു സാക്കുകളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ ബേഴ്സൈറ്റിസ് എന്ന് പറയും. അപ്പൊ ആ ഒരു പൗച്ച് അല്ലെങ്കിൽ ആ സാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് ബേഴ്സ. ഈ ബേഴ്സ എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ്സിലൊക്കെ ഉള്ള ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കാണ്.
അതിന് വരുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ ബർസൈറ്റിസ് എന്ന് പറയും. അപ്പൊ ആ ഒരു പൗച്ച് അല്ലെങ്കിൽ സാക്കുമായി ബന്ധപ്പെട്ട ടേമുകളാണ് വരുന്നത്. ദെൻ അടുത്തതാണ് കാലസ്. കാലസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് തിക് സ്കിൻ, വളരെ ഹാർഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള സ്കിന്നിനെ കാലസ് എന്ന് വിളിക്കാറുണ്ട്. ഓൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അതുപോലെ തന്നെ ഒരു മെഷ്വർക്ക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസിനെയും നമ്മൾ കാലസ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള സ്കിന്നിനെ പറയാറുണ്ട്, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസിനെയും പറയാറുണ്ട്. അടുത്തതാണ് കാസിൻ. കാസിൻ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, റിലേറ്റഡ് ടു ക്യാൻസർ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ, ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്ന മീനിങ് ആണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട, ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ടേം പറഞ്ഞേ. കാർസിനോമ പറയാം, കാർസിനോജൻസ് പറയാം അല്ലെ, ഇതൊക്കെ ക്യാൻസർ റിലേറ്റഡ് ആണ് എന്നറിയാലോ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ആണ് കെരോട്ടിഡ്. കെരോട്ടിഡ് എന്ന് പറഞ്ഞാല് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള വലിയ ആർട്ടറിയെയാണ് നമ്മൾ കെരോട്ടിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള ആ ഒരു വലിയ ആർട്ടറി നമ്മൾ കെരോട്ടിഡ് ആർട്ടറി എന്നാണ് പറയാറ്. അപ്പൊ അവിടെയുള്ള ആ ഒരു നെക്കിന്റെ ഭാഗത്തുള്ള ലാസ്റ്റ് ആർട്ടറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെരോട്ടിഡ് ആർട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. ദെൻ അടുത്തതാണ് കാർപ്പസ്. കാർപ്പസ് എന്ന് പറഞ്ഞാൽ വൃസ്റ്റ് എന്നാണ് അർത്ഥം. എന്താണ് വൃസ്റ്റ്? നമ്മുടെ കാർപ്പസ്, നമ്മുടെ കാർപ്പൽ, അവിടെയുള്ള ആ ഒരു ബോൺസിലെ വൃസ്റ്റിന്റെ ഭാഗത്തുള്ള ബോൺസിനെ നമ്മുടെ കാർപ്പൽ ബോൺസ് എന്നാ പറയാ. അപ്പൊ ആ ഒരു വൃസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ബോൺസ് ആയിക്കോട്ടെ, മസിൽസ് ആയിക്കോട്ടെ, അതിനെയൊക്കെ നമ്മൾ കാർപ്പൽ ബോൺസ് എന്നാണ് പറയാ. ആ ഒരു ടേം വൃസ്റ്റുമായി റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് സെന്റ്. സെന്റ് എന്ന് പറഞ്ഞാൽ എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100 or 100. അപ്പോ ഒന്നില്ലെങ്കിൽ സെന്റ് എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജ് എന്ന് പറയാറുണ്ട് അല്ലെ, 100% എന്ന് പറയാറില്ലേ, പറയാറുണ്ടോ? ഒന്നില്ലെങ്കിൽ 100 എന്നുള്ള അർത്ഥം വരുന്നുണ്ട്, അല്ലെങ്കിൽ 100, അതായത് 1/100 എന്ന അർത്ഥം വരുന്നുണ്ട്. അപ്പൊ ഒരു ഫ്രാക്ഷൻ എന്നുള്ള ഒരു അർത്ഥവും വരുന്നുണ്ട്. അപ്പൊ ഫ്രാക്ഷനിൽ 1/100 എന്ന അർത്ഥം വരുന്നുണ്ട്, അല്ലെങ്കിൽ 100 എന്ന അർത്ഥം വരുന്ന ഒരു ടേം ആണ് സെന്റ്. ഇപ്പൊ പെർസെന്റേജ് പറയാം, സെഞ്ചുറി പറയാം അല്ലേ, സെന്റിമീറ്റർ പറയാൻ പറ്റില്ലേ. ഇതൊക്കെ നമ്മൾ സെന്റ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് വഴി ഉണ്ടാവുന്ന ടേംസ് അല്ലേ. സെന്റർ പറയാം, സെന്റിമീറ്റർ പറയാം, അങ്ങനെയുള്ള ടേംസ് അല്ലെ. ഇത് ആ ഒരു മെട്രിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടോ അളവുകളുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ടേം ആണ്. അടുത്തത് സെന്റി. സെന്റി എന്ന് പറഞ്ഞാല് to puncture a body cavity. ഒരു ബോഡി ക്യാവിറ്റിയിലേക്ക് ഒരു ദ്വാരം വീഴ്ത്തുക, അല്ലെങ്കിൽ അതിലൊരു കുത്തൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദ്വാരം വീഴ്ത്തുക. ടു പിയേഴ്സ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സെന്റസിസ്, നമ്മൾ അമിയോസെന്റസിസ് ഒക്കെ പഠിച്ചില്ലേ, എന്താണ് അമിയോസെന്റസിസ്? സെന്റസിസ് എന്ന് പറഞ്ഞാൽ ടു പങ്ക്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കാന്നാണ്. അതായത് ബോഡിയുടെ ഏതെങ്കിലും ബോഡി ക്യാവിറ്റിയിലെയോ അല്ലെങ്കിൽ സിസ്റ്റുകൾ, ഇപ്പൊ പുഴകളുടെയോ ഒക്കെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യുന്ന, അതായത് പങ്ക്ചർ ചെയ്ത് ഒരു മുഴ അല്ലെങ്കിൽ ഒരു കുത്തി ഒരു ദ്വാരം ഉണ്ടാക്കി അവിടെ നിന്ന് നമ്മൾ ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സെന്റസിസ് എന്ന് പറയുക. അപ്പൊ അതവിടെ പങ്ക്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബോഡിയിൽ ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു തുള വീഴ്ത്തുക എന്നുള്ളൊരു അർത്ഥമാണ് സെന്റ് എന്നുള്ളൊരു റൂട്ട് വേർഡിന്റെ അർത്ഥം. അടുത്തതാണ് സിലി. സിലി എന്ന് പറഞ്ഞാല് ഐലിഡ്, അല്ലെങ്കിൽ നമ്മുടെ ഐലാഷസ് എന്നുള്ള അർത്ഥമാണ്. കൺപോള അല്ലെങ്കിൽ കൺപീലി എന്നുള്ള അർത്ഥത്തിലേക്കാണ് സിലി വരാൻ. അതായത് സിലിയോട്ടോമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ഐലാഷസ്. നമ്മുടെ കൺപോളയുമായി ബന്ധപ്പെട്ട സർജിക്കൽ റിമൂവൽ, അല്ലെങ്കിൽ നമ്മുടെ കൺപോള അല്ലെങ്കിൽ കൺപീലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയകൾ, ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ശസ്ത്രക്രിയയിലാണ് സിലിയോട്ടോമി എന്നൊക്കെ നമ്മൾ പറയാം. നെക്സ്റ്റ് ക്ലീഡോ. ക്ലീഡോ എന്ന് പറയാറുണ്ട്, ക്ലീഡ് എന്ന രീതിയിലും പറയാറുണ്ട് കേട്ടോ. അതിന്റെ അർത്ഥം ക്ലാവിക്കിൾ എന്നാണ്. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോളർ ബോൺസിലെ, ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റിക്ക് ഒക്കെ ഉള്ള നമ്മുടെ കോളർ ബോൺസിലെ, അതിനെയാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കോളറിന്റെ ഭാഗത്തുള്ള ആ ഒരു ബോൺസിനെ, ആ ഒരു കോളർ ബോൺസിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ക്യൂബിറ്റസ്. ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാൽ എൽബോ. എന്താണ്? നമ്മുടെ കൈമുട്ട് എന്നുള്ള അർത്ഥമാണ് ക്യൂബിറ്റസ്. ചില വേർഡ്സ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എൽബോ അല്ലെങ്കിൽ കൈമുട്ട് എന്ന അർത്ഥമാണ്. ദെൻ 3 വരെ ഒന്ന് വായിച്ചു നോക്കിയാലോ. അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോകാം. എല്ലാം നമുക്ക് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ നമ്മൾ പറഞ്ഞ 22 വരെ അല്ലെ, അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അതിനുശേഷം ബാക്കിയുള്ള പറയും. ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും.
ഓക്കെ ഓക്കെ അല്ലേ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ശരി. സോ നെക്സ്റ്റ് 23 ആണ്. നെക്സ്റ്റ് 23 എന്ന് പറയുന്നത് സൈക്കിൾ. സൈക്കിൾ അല്ലെങ്കിൽ സർക്കിൾ എന്നുള്ള മീനിങ് ആണ്. സൈക്കിൾ അല്ലെങ്കിൽ സർക്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈക്കിൾ എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ് അല്ലെ? അടുത്തത് ഡിജിറ്റ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ഫിംഗർ ടോ, അതായത് ഫിംഗർ അല്ലെങ്കിൽ ടോയുമായി ബന്ധപ്പെട്ട ഡിജിറ്റുകൾ. ഇപ്പൊ നമ്മള് പണ്ട് കാലത്തെ ഹിസ്റ്റോറിക്കൽ നമ്മള് ഫിംഗേഴ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്യാറില്ലേ? ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട അപ്പൊ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിംഗർ അല്ലെങ്കിൽ ടോ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് എഡി. എഡി എന്ന് പറഞ്ഞാല് എഡിമ കേട്ടിട്ടില്ലേ? സ്വെല്ലിംഗ് എന്നുള്ള ഒരു അർത്ഥമാണ്. വീക്കം അല്ലെ? എഡിമ എന്നുള്ളൊരു ടേം കേട്ടിട്ടില്ലേ? മെഡിക്കൽ കണ്ടീഷൻ, നീര് വെക്കുന്ന അല്ലെങ്കിൽ വീങ്ങുന്ന ഒരു അവസ്ഥയാണ്. സ്വെല്ലിംഗ് കണ്ടീഷൻ ആണ് എഡിമ. ദെൻ അടുത്തത് എസ്തേഷ്യ അല്ലെങ്കിൽ എസ്തേഷ്യോ എന്നും പറയാറുണ്ട്. റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ, സ്പർശനവുമായി ബന്ധപ്പെട്ട ഈ സ്പർശന ശക്തിയുമായി ബന്ധപ്പെട്ട ടേമാണ്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം അനസ്തേഷ്യ അല്ലെ? ലാക്ക് ഓഫ് സെൻസേഷൻ ആണ് അല്ലെ? നമ്മുടെ ആ ഒരു സ്പർശന ശക്തി കുറച്ച് സമയത്തേക്കെങ്കിലും നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അനസ്തേഷ്യ നൽകുമ്പോൾ അല്ലെ? അതുപോലെ തന്നെ എസ്തേഷ്യോമീറ്റർ ഉണ്ട്. നമ്മുടെ ആ ഒരു സെൻസേഷൻ എത്രത്തോളം, സ്പർശന ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എസ്തേഷ്യോമീറ്റർ. അതൊക്കെ ഈ ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അടുത്തതാണ് ഫിബർ. ഫിബർ എന്ന് പറഞ്ഞാല് മീനിങ് ഫീവർ എന്നാണ് അർത്ഥം. ഫീവർ. ദെൻ അടുത്തത് ഫ്ലെക്സ് എന്ന് പറഞ്ഞാലോ ബെൻഡ് അല്ലെ? വളയുക എന്നുള്ളൊരു അർത്ഥമാണ്. ഫ്ലെക്സിബിൾ നമ്മൾ പറയാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടൊരു ടേമാണ് അല്ലെ? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏബിൾ ടു ബെൻഡ് എന്നുള്ള അർത്ഥമാണ് അല്ലെ? ആണോ? അതുപോലെ അയവുള്ള എന്നുള്ളൊരു അർത്ഥമാണ്. അതുപോലെ തന്നെ റിഫ്ലെക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? റിഫ്ലെക്സ് എന്നുള്ള ടേം ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേമാണ്. അടുത്തതാണ് ഫൊറാമൻ. ഫൊറാമൻ എന്ന് പറഞ്ഞാല് ഓപ്പണിംഗ് എന്നുള്ളത്, ഹോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഹോൾസിനെയാണ് നമ്മൾ ഫൊറാമൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലക്സ്. ഇതിന് രണ്ടെണ്ണം, അത് രണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഫ്ലെക്സും അതുപോലെ തന്നെ ഫ്ലെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യുക, അത് തന്നെ താഴെ റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഫൊറാമൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ഇൻ ദ ബോഡി എന്നുള്ള ഒരു അർത്ഥമാണ്. അതേ മീനിങ് തന്നെ നിന്ന് താഴെ വന്നിരിക്കുന്നത്. ആ രണ്ടെണ്ണം ഒന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. റിപ്പീറ്റ് ചെയ്തോ അല്ലെങ്കിൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഭാഗം കൂടി വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? കഴിഞ്ഞോ? ക്ലിയർ ആണോ? പറയട്ടെ മിസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്യണേ. 11, 15, 17, 19, 22, 23, 25, 27,
ഇത്ര മതി. 11, 15, 17, 19, 22, 23, 25, 27. കിട്ടിയോ? ല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ്, നെക്സ്റ്റ് ടേം ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഫ്രാക്ട്. ഫ്രാക്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, ബ്രേക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒക്കെ ടേം പറഞ്ഞേ. ബ്രേക്ക് എന്നുള്ളൊരു അർത്ഥം വരുന്ന, അല്ലെങ്കിൽ ഡിവൈഡ് എന്നുള്ളൊരു അർത്ഥം വരുന്നത് ഫ്രാക്ട്. ഫ്രാക്ഷൻ അല്ലെ? ഫ്രാക്ചർ പറയാം, ഫ്രാഗ്മെന്റ് പറയാം അല്ലെ? ഇതൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആണ്. അടുത്തത് ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരി, പ്രൊഡ്യൂസ്, കണ്ടീഷൻ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ജസ്റ്റർ പറയാം ഇല്ലേ? നമ്മൾ പറയാറുണ്ട്. ഡൈജസ്റ്റ് എന്ന ടേം പറയാം, പറ്റില്ലേ? ഡൈജസ്റ്റ് എന്നുള്ളൊരു ടേം പറയാം അല്ലെ? അപ്പൊ അങ്ങനെ ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൺജഷൻ എന്നുള്ള മീനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല ടേംസ്. അടുത്തതാണ് നോ. നോ എന്ന് പറഞ്ഞാൽ ടു നോ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ നോളജ് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാം? ഡയഗ്നോസ് കേട്ടിട്ടില്ലേ? പ്രോഗ്നോസ്, ഡയഗ്നോസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ടേംസ്. അപ്പൊ അതൊക്കെ അറിയുക, അല്ലെങ്കിൽ അറിവ് എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് വരുന്നുണ്ട്. ദെൻ അടുത്തത് ഗ്രാം. ഗ്രാം എന്താ? സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ് അല്ലെ? ഒന്നില്ലെങ്കിൽ എഴുതിയ, അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള എന്നുള്ളൊരു അർത്ഥം, അല്ലെങ്കിൽ ഡ്രോൺ ചെയ്തിട്ടുള്ള എന്ന അർത്ഥമാണ് അല്ലെ? അപ്പോ ഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ടേംസ് 2-3 പറഞ്ഞേ. ഗ്രാമർ പറയാം. കാർഡിയോ, നമ്മുടെ മെഡിക്കൽ ടേമുമായി ബന്ധപ്പെട്ട് വരുമ്പോഴോ കാർഡിയോഗ്രാം, ആൻജിയോഗ്രാം ഒക്കെ പറയാം അല്ലെ? ദെൻ അടുത്തത് ഗ്രാഫ്. റൈറ്റ്, റെക്കോർഡ്, അല്ലെങ്കിൽ ടു ഡ്രോ എന്നുള്ളൊരു അർത്ഥമാണ്. എന്തൊക്കെയായിരിക്കാം? ഇതിലും പറയാലോ നമുക്ക് അല്ലെ? എന്താണ് ഗ്രാഫുമായി ബന്ധപ്പെട്ട് ടേംസ് പറഞ്ഞേ. ECG പറയാം, ഇലക്ട്രോകാർഡിയോഗ്രാഫ് പറയാം. പിന്നെ റേഡിയോഗ്രാഫ്, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് എക്സാം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ദ ബോൺ ഇൻ ദ അപ്പർ ആം. നമ്മുടെ അപ്പർ ആമിന്റെ ബോൺസിനെ, നമ്മുടെ അപ്പർ ആം എവിടെയാണ്? നമ്മുടെ ആ ഒരു ഭാഗത്ത്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ബോണിന്റെ പേര് നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യാറ്. അതിന്റെ കൂടെ വേറെ പ്രിഫിക്സോ സഫിക്സോ ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഷോൾഡർ അല്ലെങ്കിൽ അപ്പർ ആമിന്റെ ഭാഗത്തുള്ള ആ ഒരു ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്നത്. അടുത്തത് ഇടി. ഇടി എന്ന് പറഞ്ഞാൽ ഇഡിയസ്, അല്ലെങ്കിൽ ഇഡിയോസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് എന്നാണ് അർത്ഥം. ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ഓർ അൺനോൺ എന്നുള്ളൊരു അർത്ഥവും കൂടി വരുന്നുണ്ട് അല്ലെ? ഇഡിയോപ്പതി എന്ന് പറഞ്ഞാൽ അൺനോൺ കോസ് എന്നാണ് അർത്ഥം. അതായത് കാരണം അറിയില്ല എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അതായത് ലങ് ഡിസീസ് ആണ്. അതിന്റെ കാരണം അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും. അതാണ് ഇഡി അല്ലെങ്കിൽ ഇഡിയോസ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് അയഡോ. അയഡോ എന്ന് പറഞ്ഞാൽ അയഡിൻ. കേട്ടിട്ടില്ലേ? അയഡിൻ ഡെഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അയഡിൻ എന്ന് പറയുന്ന ടേം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? അയഡോ അല്ലെങ്കിൽ അയഡിൻ എന്നുള്ള ഇതിലേക്ക് ടേമിലാണെങ്കിൽ മീനിങ് വരുന്നത്. അടുത്തത് എളുപ്പമുള്ളതാണ്, പരിചയമുള്ളതാണ്. ലാക്ട്. പരിചയമുള്ളതല്ലേ? മിൽക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ലാക്ടോസ് അല്ലെ? ലാക്ടോസ്, ലാക്ടേഷൻ, ഇതൊക്കെ നമ്മുടെ മിൽക്ക് ഷുഗറിനെയാണ് നമ്മൾ ലാക്ടോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡ്യൂസിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുന്നത്. അത്തരം കേസ്. ദെൻ അടുത്തത് ലിംഗു. ലിംഗു എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗു ടങ് എന്നാണ് അർത്ഥം. മീനിങ് ടങ് എന്നാണ്. അപ്പൊ ലിംഗ്വിസ്റ്റിക് കേട്ടിട്ടില്ലേ? നമുക്ക് ലിംഗ്വിസ്റ്റിക് പറയാറുണ്ട്, സബ് ലിംഗ്വൽ പറയാറുണ്ട് അല്ലെ? ബിനീത് ദ സ്കിൻ അല്ലെങ്കിൽ ബിനീത് ദ ടങ് എന്നുള്ള അർത്ഥം വരുന്നത് സബ് ലിംഗ്വൽ എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട്. അടുത്തത് മെൻ. മെൻ എന്ന് പറഞ്ഞാൽ മന്ത്, മാസം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടൈം പറഞ്ഞു.
മെൻ എന്താണ് മെൻഷൻ അല്ല, മന്ത് മാസവുമായി ബന്ധപ്പെട്ട ഒരു ടേം പറഞ്ഞു. എല്ലാ മാസവും സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യം മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ടേം ആണ് കേട്ടോ. മെൻ എന്ന് പറഞ്ഞ മന്ത്, മെൻസ്ട്രൽ അല്ലെങ്കിൽ അങ്ങനെ മെനോപോസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു മാസവുമായി ബന്ധപ്പെട്ട കേട്ടോ. അടുത്തത് എളുപ്പമാണ്. ഒക്യൂൾ. ഒക്യൂൾ എന്ന് പറഞ്ഞാല് ഐയുമായി ബന്ധപ്പെട്ട നമ്മുടെ കണ്ണുമാ, ബൈനോക്കുലാർ വിഷൻ അല്ലെ, ഒക്യുലാർ, ഒക്യുലിസ്റ്റ് എന്നൊക്കെ നമ്മളെ ഐയുമായി ബന്ധപ്പെട്ടാണ് വരാറുള്ളത് കേട്ടോ. അടുത്തതും എളുപ്പമാണ്. ഓവ്. ഓവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരാം? എഗ് എന്നാണ് അർത്ഥം. ഓവുലേഷൻ, ഓവറി, ഓവം, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേമാണ്. അപ്പൊ അത്രയും വേഗം ഒന്ന് 42 നമ്മൾ പറഞ്ഞിട്ട് 42 വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് നമുക്ക് അടുത്ത ബാക്കി പോകാം. ക്ലിയർ ആണ്? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് 43 ആണ്. പാൽപേറ്റ്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, അതായത് നമ്മൾ സ്പർശിച്ചുകൊണ്ട് പരിശോധിക്കുക എന്നാണ് പാൽപേറ്റിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ സ്പർശിച്ചുകൊണ്ട് പരിശോധന നടത്തുക എന്നുള്ളൊരു അർത്ഥമാണ്. നെക്സ്റ്റ് വൺ എനിക്ക് പരിചയമുള്ളതാണ് പെഡ്. പെഡ് എന്താ? ചൈൽഡ് ഓർ ഫൂട്ട് എന്നാണ് അർത്ഥം. പീഡിയാട്രിക് അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ. നമ്മള് ഫൂട്ടുമായി ബന്ധപ്പെട്ട് 2 ടേം പറഞ്ഞേ. പെഡസ്ട്രിയൻ, പെഡിക്യൂർ അല്ലേ? ഇതൊക്കെ നമ്മൾ ഫൂട്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന ടേംസ് ആണ്. അടുത്തത് പെർക്കസ് എന്ന് പറഞ്ഞാല് ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. എന്തെങ്കിലും ചെറിയ ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ ഫിംഗേഴ്സോ ഹാൻഡ് ഒക്കെ കൊണ്ട് ടാപ്പ് ചെയ്തിട്ട് പരിശോധിക്കുന്നതിനെയാണ് പെർക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടാപ്പ് ചെയ്തിട്ട് ബോഡി പാർട്സുകൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് പരിശോധിക്കുന്നതിനെയാണ് പെർക്കസ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഫോട്ടോ. ലൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. മീനിങ് വരുന്നത് ലൈറ്റ്. ഫോട്ടോഗ്രാഫി പറയാം, ഫോട്ടോഗ്രാഫ് പറയാം, ഫോട്ടോ സിന്തസിസ് പറയാം ഇല്ലേ? ഫോട്ടോസ്റ്റാറ്റ് പറയാം. ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് പ്ലൂർ. പ്ലൂർ എന്ന് പറഞ്ഞാല് പ്ലൂറൽ എന്നുള്ളൊരർത്ഥമാണ് അല്ലെ? റിബ് ഓർ സൈഡ് എന്നുള്ള അർത്ഥം. അതല്ലെങ്കിൽ പ്ലൂറ എന്നുള്ളൊരർത്ഥം കൂടി വരുന്നുണ്ട് അല്ലെ? ദെൻ അടുത്തത് ചോ. ചോ എന്ന് പറഞ്ഞാല് ഫൂട്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോട്, ചോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ടിഒഇ, ടോ, അല്ലെങ്കിൽ ഫൂട്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ ടോഡ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ടിയാൽ. ടിയാൽ എന്ന് പറഞ്ഞാൽ സലൈവ എന്നാണ് അതിന്റെ മീനിങ്. സലൈവ. അപ്പൊ ടിയാലിസം എന്ന് പറയുന്നത് ഹൈപ്പർ സലൈവേഷനെയാണ് നമ്മൾ ടിയാലിസം എന്നുള്ളൊരു ക്ലിനിക്കൽ കണ്ടീഷൻ പറയുന്നത്. ദെൻ അടുത്തത് ഫയർ. ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ എന്നാണ് അർത്ഥം. ഫയർ. അതുമായി ബന്ധപ്പെട്ട് നമ്മള് പൈറോ ടെക്നീഷ്യൻസ്, അതുപോലെ പൈറോ മാനിയാക്ക് എന്നൊക്കെ ഉള്ള ടേംസ് യൂസ് ചെയ്യാറുണ്ട്. പൈറോ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഫയർ വർക്കേഴ്സിനെയാണ് നമ്മൾ പൈറോ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ പൈറോ മാനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസ്തുക്കളെ തീയിടാനായിട്ട് അമിതമായിട്ട് ആഗ്രഹമുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ, അത്തരം കണ്ടീഷനിലുള്ള ആളുകളെയാണ് നമ്മൾ പൈറോ മാനിയാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഈ ഫയർ എന്ന് പറയുന്ന ആ ഒരു കോമൺ റൂട്ട് വേർഡ് ആയിട്ടുള്ള PYR, പൈറോ അല്ലെങ്കിൽ ഫയർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടേമിൽ റൂട്ട് വേർഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് റേഡിയസ്. റേഡിയസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ദ ഫോറാം ബോൺ ഉണ്ട്, തം സൈഡ്, നമ്മുടെ കൈയുടെയൊക്കെ ആ ഭാഗത്തുള്ള ഫോറാം ബോൺ ഉണ്ട്. റേഡിയസ് ആണ് ഇല്ലേ? 2 ബോൺസ് ഇല്ലേ? റേഡിയസ് മണ്ണയും. അതിൽ ഒരു എന്താണ് ബോണിനെ നമുക്ക് പറയാം റേഡിയസ് എന്ന് പറയാറുണ്ട്.
also a line from the center of a circle or sphere to the edge. എന്താ നമ്മളൊരു പണ്ടൊക്കെ നമ്മള് മാത്സിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, റേഡിയസും സർക്കിൾ വരച്ചിട്ട് റേഡിയസ് കാണാനൊക്കെ പഠിച്ചിട്ടില്ലേ? സർക്കിളിന്റെ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് അതിന്റെ എഡ്ജിലേക്ക് വരയ്ക്കുന്നതാണ് റേഡിയസ്. പഠിച്ചിട്ടില്ലേ ഇത്? അതേ ആ ടേമും ഇതിൽ വരും. അതെ, ഡയമീറ്ററും റേഡിയസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതെ, ആരം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, വൃത്തം, ആരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അപ്പൊ അങ്ങനെ അതും പറയാം. അല്ല എങ്കിൽ നമ്മുടെ 4 ആമിലുള്ള റേഡിയസ് ആൻഡ് അൾന എന്ന് പറഞ്ഞ 2 ബോൺസ് ഉണ്ട്. അതിലൊരു ബോണിന് നമ്മൾ റേഡിയസ് എന്നാ പറയാം. അതും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞുതരാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇമ്പോർട്ടൻസ് പറയട്ടെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാണ്, നോട്ട് ചെയ്യണേ. 32, 32, 34, 32, 34, 35, 32, 34, 35, 38, 38, 44, 38 കഴിഞ്ഞ 44 കേട്ടോ. 44, 46, 46, 47, 47, 52, 52. ഒന്നുകൂടി പറയേ. 32, 34, 35, 38, 44, 46, 47, 52. നോട്ട് ചെയ്തോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാട്ടോ. നെക്സ്റ്റ് വണ്ണാണ് അല്ലെങ്കിൽ റിനോ എന്നുള്ളൊരു അർത്ഥമാണ്. കിഡ്നി അല്ലെ, റിലേറ്റിംഗ് ടു കിഡ്നി. ഇതാണ് കൂടി പറയണ്ടേ. ഓക്കെ, ഇത് മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം കേട്ടോ. പ്രവീണ ഇപ്പോഴാണോ ജോയിൻ ചെയ്തേ? ഇപ്പോഴാണോ ജോയിൻ ചെയ്തേ? അല്ല, കട്ടായി പോയോ? ഓക്കെ, മിസ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ഭാഗം കൂടി എടുത്തിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞുതരാമേ. ഓക്കെ, അപ്പൊ നോക്കിയേ, റിനോ എന്താണ്? നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട അല്ലെ, റിലേറ്റിംഗ് ടു കിഡ്നി, ഇതുമായി ബന്ധപ്പെട്ട ഒരു 2 ടേംസ് പറഞ്ഞേ. റീനൽ എന്ന് പറയാറുണ്ട് അല്ലെ. റീനൽ ഫെയിലിയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ റിനോപ്പതി എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓഫ് ദ കിഡ്നീസിന്റെ ഡിസീസിനെയാണ് നമ്മൾ റിനോപ്പതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ റീനോ അല്ലെങ്കിൽ റെനോ എന്നുള്ളൊരു ടേമുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്തതാണ് റെറ്റിന. എന്തുമായി ബന്ധപ്പെട്ട ടേമാ റെറ്റിന? കണ്ണുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. ദ ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് എ ലെയർ ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിന്റെ ഒരു ലെയറിനാണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പൊ റെറ്റിനോപ്പതി പറയാറുണ്ട്. അപ്പൊ ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ, നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ട കണ്ണിന്റെ ഒരു ലെയർ ആണ് ഇന്നർ നെർവ്സ്. നമ്മുടെ കളേർഡ് വിഷൻ, നൈറ്റ് വിഷൻ ഒക്കെ സാധ്യമാക്കുന്ന ഇന്നർ നെർവ്സ് ഒക്കെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ലെയറിനെയാണ് നമ്മുടെ ഐയുടെ ബാക്ക് സൈഡ് സർഫസിലുള്ള
ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ലെയർ ആണ് എന്തെന്ന് പറയുന്നത്, റെറ്റിന എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സങ്കു. സങ്കു എന്ന് പറഞ്ഞാല് ബ്ലഡ്, അതായത് നമ്മുടെ ബ്ലഡ് റിലേറ്റിംഗ് ടു ബ്ലഡ് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സങ്കു എന്ന് പറഞ്ഞാൽ. സങ്ക്യുഫെറസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് കൺവെയിങ് ബ്ലഡ് അല്ലെങ്കിൽ ക്യാരിയിങ് ബ്ലഡ് എന്നുള്ള ഒരു അർത്ഥമാണ് സങ്ക്യുഫെറസിന് വരിക. അടുത്തത് സെബം. സെബം എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? സെബം സെബം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ് ശരിക്കും? The fatty secretion of sebaceous glands അല്ലെ, നമ്മുടെ ഓയിലി ഒരു വാക്സി സെക്രീഷൻസ് നടത്തുന്ന നമ്മുടെ സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിന്റെ ആ ഒരു ഫാറ്റി സെക്രീഷനെയാണ് നമ്മള് സെബം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പിമ്പിൾസോ കാര്യങ്ങളാണെങ്കിൽ ആക്നെയൊക്കെ വരുന്നവർ പറയും അല്ലെ, പരസ്യങ്ങളിലൊക്കെ കേൾക്കാലോ അല്ലെ, നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിന്റെ ഓവർ പ്രൊഡക്ഷൻ ആണ് അല്ലെ. ഫേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? പിമ്പിൾസുമായി ബന്ധപ്പെട്ട് ആക്നെയൊക്കെ വരുമ്പോ മുഖക്കുരുവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ അത് സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാറ്റി ആയിട്ടുള്ള ഓയിലി അല്ലെങ്കിൽ വാക്സി ആയിട്ടുള്ള ഒരു സെക്രീഷൻ ആണ് സെബം. അടുത്തത് സെക്റ്റ്. സെക്റ്റ് എന്ന് പറഞ്ഞാല് കട്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ മീനിങ് അതിലുമായി ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞേ. സെക്ഷൻ പറയാം, ശരിയാണ്. സി സെക്ഷൻ, സിസേറിയൻ സെക്ഷൻസ് എന്നൊക്കെ പറയാം അല്ലെ. അതൊക്കെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേമാണ് കേട്ടോ. അടുത്തത് സെപ്സിസ് എന്ന് പറഞ്ഞാല് the presence of microorganism or their toxins in the blood. Also the toxic condition caused by such presence. അപ്പൊ ഇവിടെ സെപ്സിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ബോഡിയില് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ബ്ലഡില് ടോക്സിക്കിന്റെ പ്രസൻസ് ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോക്സിക് കണ്ടീഷൻ. അത്തരം പ്രസൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിനോട് പ്രതികരിക്കും അല്ലെ. ആ ഒരു കണ്ടീഷനെയാണ് നമ്മുടെ സെപ്സിസ് എന്നുള്ളൊരു അവസ്ഥയിൽ പറയുന്നത്. സെപ്സിസ് ആ ടേം അങ്ങനെ തന്നെയാണ് പറയാറുണ്ട് കേട്ടോ, അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് സെപ്റ്റ്. സെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാൾ, ഡിവൈഡ് ഓർ ഓൾസോ സെവൻ എന്നുള്ളൊരു അർത്ഥവും വരുന്നുണ്ട്. അപ്പൊ സെപ്റ്റ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വേർഡ് കേട്ടിട്ടുണ്ടോ? സെപ്റ്റം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് അല്ലെ. നേസൽ സെപ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നേസൽ ക്യാവിറ്റി ഡിവൈഡ് ചെയ്യുന്ന ഭാഗമാണ് നേസൽ സെപ്റ്റം കേട്ടോ. അപ്പൊ അങ്ങനെ സെപ്റ്റം ഡിവൈഡിങ് വാൾ അല്ലെങ്കിൽ മെംബ്രെയിൻ ആണ് കേട്ടോ. നെക്സ്റ്റ് സെറം. സെറം എന്ന് പറയുന്നത് ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡിലേക്കുള്ള നമ്മുടെ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സിനെയാണ് സെറം എന്ന് പറയുന്നത് അല്ലെ. കേട്ടിട്ടില്ലേ ഒരു ടേം സെറം? അപ്പോ ഇതിൽ എന്തായിരിക്കും? ബ്ലഡ് ആണെങ്കിൽ അവിടെ ബ്ലഡില് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്ത പ്ലാസ്മയുടെ ഭാഗത്തെയാണ്, അല്ലെങ്കിൽ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് സെറം എന്ന് പറയുന്നത്. അടുത്തത് സൈനസ്. സൈനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ്. മിക്കവർക്കും സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, കേട്ടിട്ടില്ലേ? ഏതൊക്കെ? സൈനസൈറ്റിസ് ഒക്കെ അല്ലേ. പാരാനേസൽ സൈനസസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് എയർ ഫിൽഡ് ആയിട്ടുള്ള സ്പേസസ് ആണ് നമ്മുടെ ബോൺസിന്റെയും സ്കൾസിന്റെയും ഇടയിലായിട്ട്, നമ്മുടെ നിയർ ദ നോസിന്റെ ഇടയിലായിട്ടുള്ള ഒരു എയർ ഫിൽഡ് സ്പേസസ് ഉണ്ട് പാരാനേസൽ സൈനസസ് എന്ന് പറയുന്ന വാക്ക്. അതുപോലെ തന്നെ സോമ. സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ബോഡി ഓഫ് ആൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന് മുഴുവനായിട്ടുള്ള അല്ലെങ്കിൽ എൻറ്റയർ ബോഡിയാണ് നമ്മുടെ സോമ എന്ന് പറയുന്നത്. അടുത്തത് സ്പയർ. സ്പയർ അല്ലെങ്കിൽ സ്പൈറൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കോയിൽ എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്പൈറോമെട്രി എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ് ഫങ്ഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷറാണ്. ഇറ്റ്സ് എ ടെസ്റ്റ് മെഷറാണ് നമ്മുടെ ലങ് ഫങ്ഷൻസിന്. അതിലൊരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് എയർ ഫ്ലോ ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്പൈറോമെട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പൈറൽ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ എന്നും പറയാറുണ്ട്. അത് ഒരു കോയിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഷേപ്പിനെ ബേസ് ചെയ്ത് പറയാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാസിസ്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. നോർമൽ ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ ആ ഒരു ഫ്ലോയെ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ലോ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് സ്റ്റാസിസ് എന്ന് പറയുന്നത്. ബ്ലഡ് സ്റ്റാസിസ് ഉണ്ട്, ലിംഫാറ്റിക് സ്റ്റാസിസ് ഉണ്ട്. അപ്പൊ ബ്ലഡ് സ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോയിങ് ഓർ സ്റ്റോപ്പേജ് ഓഫ് ബ്ലഡ് ഫ്ലോ അല്ലെ. ലിംഫാറ്റിക് സ്റ്റാസിസ് എന്ന് പറഞ്ഞാല് ഫ്ലോയിങ് ഓർ സ്റ്റോപ്പേജ് ഓഫ്
ലിംഫ് അല്ലെ, ലിംഫ് ഫ്ലൂയിഡിന്റെ സ്ലോയിങ് അല്ലെങ്കിൽ സ്റ്റോപ്പേജിനെയാണ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് സ്റ്റേർണം അല്ലെങ്കിൽ സ്റ്റേർണം എന്നുള്ള ഒരു അർത്ഥമാണ് മീനിങ്. ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ സ്റ്റേർണത്തിനെയാണ് സ്റ്റേൺ അല്ലെങ്കിൽ സ്റ്റേർണോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്റ്റോമ എന്ന് പറഞ്ഞാൽ എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ അല്ലെ. സ്റ്റോമ എന്ന് പറയുന്നത് സ്റ്റൊമക്ക് എന്നുള്ളതിനേക്കാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പോറ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഏത് ഒരു ചെറിയ ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. ലൈക്ക് പോർ ഓൾസോ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ് അല്ലെ. നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകാൻ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഫീസസ് മലം പുറത്തേക്ക് പോകാൻ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇല്ലേ. അത്തരം ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബോഡിയിലുള്ള പുറത്തേക്കുള്ള സർഫസ് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ സർഫസിലുള്ള ഏതൊരു ചെറിയ ഓപ്പണിങ്ങിനെ, ഇപ്പൊ പോസ് പോലെയുള്ള ഏതൊരു ചെറിയ ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. അതുപോലെ തന്നെ ഓൾസോ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ആൻഡ് ഫീസസ് അല്ലെ. യൂറിൻ പുറത്തേക്ക് പോകാൻ ഒരു ഓപ്പണിംഗ് ഉണ്ട്, മലം പുറത്തേക്ക് പോകാൻ ഒരു ഓപ്പണിംഗ് ഉണ്ട് അല്ലെ. അത്തരം ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്തതാണ് ടാക്ട്. ടാക്ട് എന്ന് പറഞ്ഞാൽ ടച്ച് എന്നാണ് അർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ടാക്ടൈൽ അല്ലേ, കേട്ടിട്ടില്ലേ ഇത്? ടാക്ടൈൽ സെൻസ് നമ്മുടെ ഹാൻഡ്സുമായി ബന്ധപ്പെട്ട് ഫീൽ വിത്ത് ഹാൻഡ്സ് എന്നാണ് ടാക്ടൈൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടാക്ടിക്സ് എന്നൊക്കെ പറയാൻ ഒരുപാട് ടേംസ് അതുമായി ബന്ധപ്പെട്ട് ടച്ച് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയാ ഒരു പേജ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ. 53 നോട്ട് ചെയ്തോട്ടോ. 53, 57, 53, 54 കൂടി നോട്ട് ചെയ്യണം കേട്ടോ. 53, 54, 53, 54, 57, 61, 61, 67, 67, 68. ഒന്നുകൂടി പറയാം. 53, 54, 57, 61, 67, 68. കിട്ടിയോ? ഓക്കെ. അതിന് മുൻപത്തെ ആരാണ് ചോദിച്ചത്? പ്രവീണയല്ലേ ചോദിച്ചത്? പറയാട്ടോ, മിസ് പറയാം, ഒന്ന് നോട്ട് ചെയ്യണേ. കിട്ടാത്തവരുണ്ടെങ്കിലും നിങ്ങളുടെ ഒന്ന് കറക്റ്റ് ആണോ ഒന്നുകൂടി നോട്ട് ചെയ്തോട്ടോ. നോക്കിക്കോട്ടോ. 32 അതിന് മുൻപുള്ള പേജിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. 32, 34, 35, 38, 44, 46, 47, 52.
52. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് ടെട്ര. ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നുള്ളൊരു അർത്ഥമാണ്, 4 എന്നുള്ളൊരർത്ഥമാണ് അല്ലെ. ഇപ്പോ ടെട്രാപ്ലീജിയ എന്നൊക്കെയുള്ളൊരു ടേം ഉണ്ട്. അതായത് പാരാലിസിസ് ഓഫ് ബോത്ത് ആംസ് ആൻഡ് ബോത്ത് ലെഗ്സ്. ആ 2 ആംസും 2 ലെഗ്സും എന്ത് ചെയ്യുന്നു, പാരാലിസിസ് ആവുന്ന അവസ്ഥയാണ് ടെട്രാപ്ലീജിയ. അപ്പൊ അത് ടെട്ര എന്ന് പറയുന്നത് 4 എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. അടുത്തത് ടോം. ടോം എന്ന് പറഞ്ഞാൽ കട്ട് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാലോ അനാട്ടമി അല്ലെ. സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചേഴ്സ് ഓഫ് ദ ബോഡി ബൈ സെക്ഷൻ ചെയ്തിട്ട് നമ്മൾ ബോഡിയുടെ സ്ട്രക്ചേഴ്സിനെ പഠിക്കുന്ന ഒരു പഠനത്തെയാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പൻഡക്ടമി അല്ലെ, സർജിക്കൽ റിമൂവൽ ഓഫ് അപ്പൻഡിക്സ് അല്ലെ. അപ്പൊ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ ഓർഗന്റെ സർജിക്കൽ റിമൂവലിനെയാണ്. അപ്പൊ അങ്ങനെ ടോം അല്ലെങ്കിൽ കട്ട് എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നുണ്ട്. അപ്പൻഡക്ടമി പറയാം, അനാട്ടമി പറയാം. അടുത്തത് ടോക്സിക്. ടോക്സിക് എന്താ, പോയിസണസ് അല്ലെ, പോയിസണസ് എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ട്രൈക്ക്. ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹെയർ എന്നാണ്, അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറയാം, ഹെയർ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ട്രൈക്കാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹെയർ ഫോളിക്കിൾ, ഹെയർ ഫോളിക്കിൾ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് ട്രൈക്കാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രൈക്ക് അല്ലെങ്കിൽ ട്രിക്ക് എന്നുള്ള ആ ഒരു റൂട്ട് വേർഡിൽ നിന്ന്, ഹെയർ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ ഒരു റൂട്ട് വേർഡിൽ നിന്നുമാണ് ആ ഒരു ടേം വന്നിരിക്കുന്നത്. അടുത്തതാണ് അല്ലെങ്കിൽ യു ആർ എന്നുള്ള അർത്ഥമാണ്. യൂറിൻ എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. യൂറിൻ, യുറീത്ര അല്ലെ, ഇതൊക്കെ ഈ ഒരു വേർഡിൽ നിന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. യൂറിൻ, യുറീത്ര അല്ലെ, യൂറിനറി ബ്ലാഡർ അല്ലെ, അതുപോലെ പോളിയൂറിയ, ഫ്രീക്വന്റ് യൂറിനേഷൻ അല്ലെ, അതൊക്കെ നമുക്ക് ഈ ഒരു യു ആർ അല്ലെങ്കിൽ എന്നുള്ളൊരു ആ ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അടുത്തതാണ് വാരിക്. വാരിക് എന്ന് പറഞ്ഞാൽ വേരിക്കോസ് വെയിനെയാണ് നമ്മൾ വാരിക് എന്നത് അർത്ഥമാക്കുന്നത്, വേരിക്കോസ് വെയിൻ കേട്ടോ. അടുത്തത് വെർട്ടിഗോ. വെർട്ടിഗോ എന്ന് പറഞ്ഞാല് a disordered sensation in which one's own body or the surroundings are seen as moving. ഇതൊരു വെർട്ടിഗോ എന്ന് പറഞ്ഞാല് ഒരു ഡിസോർഡേർഡ് സെൻസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ ബോഡി അല്ലെങ്കിൽ സറൗണ്ടിങ്സ്, നമ്മുടെ ബോഡിയോ അല്ലെങ്കിൽ ചുറ്റുപാടുമോ മൂവ് ചെയ്യുന്നതായിട്ട് കാണണം. അതാണ് ആ ഒരു ഡിസോർഡർ ആണ്, ആ ഒരു അല്ലെങ്കിൽ സെൻസേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ് വൺസ് ഓൺ ബോഡി. നമ്മൾ സ്വമേധയെ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത് പോലെ തോന്നാം, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങള് മൂവ് ചെയ്യുന്നത് പോലെ തോന്നുന്ന ഒരു കണ്ടീഷനാണ് വെർട്ടിഗോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെന്തൊക്കെ നമ്മുടെ പെരിഫറൽ വെർട്ടിഗോ ഉണ്ട്, അതുപോലെ സെൻട്രൽ വെർട്ടിഗോ ഉണ്ട്. പെരിഫറൽ വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഇയറുമായി ബന്ധപ്പെട്ട് ബാലൻസ് നമ്മൾ പറയാറില്ലേ, ചില പേഷ്യൻസ് വരാറില്ലേ ബാലൻസ്, ഇയർ ബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവര്, അതാണ് പെരിഫറൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. അവരുടെ ഇന്നർ ഇയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പൊ സ്വാഭാവികം ഇയർ ബാലൻസ് ഉള്ളവർ പറയാറില്ലേ, അവർക്ക് ചിലപ്പോ നടക്കുമ്പോ അവരുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് തോന്നാം ഇല്ലേ, ഒരു ബാലൻസ് കിട്ടാതെ നടന്നു പോകുന്നത് പോലെ തോന്നാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങള് മൂവ് ചെയ്യുന്നത് പോലെ ഇല്ലേ, നമ്മൾ തലകറങ്ങുമ്പോ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ, ചുറ്റുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നില്ലേ. അത്തരം ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അവർക്ക് ഒരു ഇയർ ബാലൻസിന്റെ പ്രശ്നം, അല്ലെങ്കിൽ അപ്പൊ അതുപോലെ ആ ഒരു റെസ്പോൺസിബിൾ ഫോർ ബാലൻസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്നർ ഇയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പെരിഫറൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാല് പ്രോബ്ലംസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോ ഇതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ അവരുടെ ബോഡി ബാലൻസ് നഷ്ടപ്പെട്ടേക്കാം, അല്ല എങ്കിൽ മറ്റുള്ള അവരുടെ ചുറ്റുമുള്ള സറൗണ്ട്സിന് മൂവ് ചെയ്യുന്നത് പോലെ തോന്നാം. അപ്പൊ ആ 2 കണ്ടീഷൻസും ഈ വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ടേമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അടുത്തതാണ് വിസർ. വിസർ അല്ലെങ്കിൽ വിസറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിനെയാണ്. ഇപ്പൊ സ്റ്റൊമക്ക്, ഇന്റസ്റ്റൈൻ, ലിവർ മുതലായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിനെയാണ് വിസറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റൂട്ട് വേർഡ് ആണ് വിസ്കോസ്. വിസ്കോസ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിസ്കസ് ഫ്ലൂയിഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അതായത് ബ്ലഡ്, മ്യൂക്കസ് പോലെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ വിസ്കോസിറ്റി അല്ലെങ്കിൽ അതിന് സാന്ദ്രതയൊക്കെ വളരെ കൂടുതലുള്ള കട്ടിയുള്ള ഫ്ലൂയിഡ്സ് ആണ്. സ്റ്റിക്കി എന്നുള്ള ഒരു അർത്ഥമാണ് വിസ്കോസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡിനെയും നമ്മുടെ മ്യൂക്കസിനെയൊക്കെ പറയാം. അടുത്തത് സെൻ. സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ മെറ്റീരിയൽ എന്നാണ് അർത്ഥം. ഫോറിൻ മെറ്റീരിയൽ. അപ്പൊ നമുക്കറിയാം ഇപ്പോ സെൻ ഫോറിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത അല്ലെ, ബോഡിയിൽ ഇല്ലാത്ത ആന്തരികമായിട്ടുള്ള മെറ്റീരിയൽ അല്ലെ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് സെൻ ഫോറിൻ മെറ്റീരിയൽ, അതായത് പുറമേ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ സെൻ എന്ന് പറയുന്നത്. ഇപ്പോ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം? ഒരു സ്പീഷീസിൽ നിന്ന് അതേ സ്പീഷീസിന്റെ തന്നെയാണ് ട്രാൻസ്പ്ലാന്റേഷൻ, ഓർഗൻസ് ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക അല്ലേ. സാധാരണ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ്, ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഓർഗൻസും കാര്യങ്ങളും ആയിരിക്കും അല്ലെ. സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗൻസോ മറ്റു ടിഷ്യൂസോ കാര്യങ്ങളോ ഒരു സ്പീഷ്യസിൽ നിന്നും മറ്റൊരു സ്പീഷ്യസിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനെയാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ ഫോറിൻ മെറ്റീരിയൽ ആണ്, അതായത് അവരുടെ സ്പീഷ്യസിലുള്ളതല്ല, പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോറിൻ മെറ്റീരിയൽ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. അടുത്തത് സെർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് അർത്ഥം. ഡ്രൈ ആയിട്ടുള്ള, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡ്രൈ സ്കിന്നിനേക്ക് അബ്നോർമൽ ആയിട്ടുള്ള, ചിലർക്ക് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, അല്ലാതെ ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ള ചില ആളുകളുണ്ട് അല്ലെ. എപ്പോഴും അവരുടെ ചർമ്മം വളരെ വരണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വിണ്ട് കീറിയ പോലെ ഇരിക്കുന്ന ആളുകളുണ്ട്, ചർമ്മങ്ങളുള്ളവരുണ്ട് അല്ലെ. അബ്നോർമലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരെ സെറോഡെർമ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ സെറോ, ആ ഒരു സെറ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, സെറോഡെർമ എന്ന് പറയും. അതുപോലെ സെറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, അതായത് മെഡിക്കൽ ടേം ഫോർ ഡ്രൈ സ്കിന്നിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേം ആണ് സെറോസിസ് എന്ന് പറയുന്നത്. ബട്ട് മെഡിക്കേഷൻസിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനിലൊക്കെ ചിലപ്പോൾ സെറോസിസ് എന്നായിരിക്കും അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവരുടെ ഡ്രൈ സ്കിൻ ആണ് എന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേം ആണ് കേട്ടോ. അത് ഈ ഒരു സെർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഡ്രൈ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം വരുന്ന ആ ഒരു ടേമിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതെപ്പോഴും ചോദിക്കാറുണ്ട്, ടെട്ര 4 എന്നുള്ള ഒരു അർത്ഥം വരുന്നത്. അപ്പൊ ട്രൈ എന്ന് പറയുമ്പോഴോ, ട്രൈ എന്ന് പറയുമ്പോ എന്താണ്? ടെട്ര എന്ന് പറയുമ്പോ 4 അല്ലേ, ട്രൈ എന്ന് പറയുമ്പോ 3 ആണ് കേട്ടോ, 3 ആണ്. ബൈ എന്ന് പറയുമ്പോഴാണ് 2 അല്ലെ. ബൈ എന്ന് പറയുമ്പോ 2, ട്രൈ എന്ന് പറയുമ്പോ 3, ടെട്ര എന്ന് പറയുമ്പോ 4. ആ ഒരു ഇതാണ് അങ്ങനെ തന്നെ. അതെ, ട്രിയോ എന്ന് പറഞ്ഞാലും 3 തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ അത് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി പറയുന്ന സമയത്തൊക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. ഈ പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുക മാത്രമല്ല, നമുക്ക് പിന്നീടും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, അപ്പൊ അത് ഇമ്പോർട്ടൻസ് മിസ് പറഞ്ഞുതരാം. പറയട്ടെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. 69, 69, 71, 69, 71, 75, 69, 71, 75, 75, 78, 78, 79, 78, 79. എന്നോട് പറയാണ് 69, 71, 75, 76 പറഞ്ഞിരുന്നോ സർ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോ? ഇല്ല, 76 ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 76, 78, 79, 69. ഒന്നുകൂടി പറയാണ് 69, 71,
75, 76, 78, 79. കിട്ടിയോ? ഓക്കെ ഇല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കോമൺ റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് അബ്രീവിയേഷൻസ് എടുക്കാം. അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വേർഡ്സും അതിന്റെ എക്സ്പാൻഷൻ ഫോംസും ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്നുള്ളതുമാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അത് എളുപ്പമാണ്. കുറെയൊക്കെ അബ്രീവിയേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്തായിരിക്കും എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മിസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.